എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ സിബി ചേട്ടനാണ്. ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്തിനടുത്തുള്ള മഞ്ഞപ്പാറയിലാണ്. ഓക്കെ, നമ്മളൊരു കാർഷിക ചാനലാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ റോഡിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരു വ്യത്യസ്തനായ ഒരു കർഷകൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ചേട്ടൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിയതുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ചേട്ടൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷി ഇടങ്ങളാണ് ഈ തോട്ടത്തിൽ നിന്നുമ്പോൾ ഏലം ഒക്കെ അല്ലേ? ഏലം, കുരുമുളക്. അപ്പോൾ കുരുമുളക് എത്ര ഇനം നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്? ഒരു 10-25 കാണുമായിരിക്കും. വെറൈറ്റികളുണ്ട്. മൊത്തം എത്ര ഏക്കർ ചെടിയുണ്ട്? മൊത്തം എല്ലാം കൂടെ 5 ഏക്കർ എനിക്ക് കൃഷിഭൂമി ഉണ്ടല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കുരുമുളക് ചേട്ടൻ്റെ തോട്ടത്തിലുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞുതരാമോ? അത് ഒരു നാരങ്ങയുടെ മണവും കുരുമുളകിനും ഏലയ്ക്കും എല്ലാം നാരങ്ങയുടെ ക്വാളിറ്റി ആ ഒരു സ്മെല്ലുള്ള. അതെങ്ങനെയാണ് ചേട്ടാ നമ്മൾ വികസിപ്പിച്ചെടുത്തത്? ഇങ്ങനെ വന്ന് കിട്ടിയതാ, നമ്മുടെ തോട്ടത്തിൽ തന്നെ ഉണ്ടായതല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഇത്രയും വർഷം, ചേട്ടൻ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് നമ്മുടെ ഒരു കാർഷിക? ഞാനും ഇപ്പം ചെറുപ്പം മുതലേ ഇങ്ങനെ കൃഷിക്കാരനാണ്. പാരമ്പര്യമായിട്ട് കാരണവരും ഇട്ട് പാരമ്പര്യമായിട്ട് കൃഷിക്കാരൻ. അപ്പോൾ നമുക്ക് കുറച്ച് കർഷകർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ചേട്ടനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു കർഷകൻ്റെ അനുഭവത്തിൽ നിന്നും തീർച്ചയായിട്ടും ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഓക്കെ. അപ്പോൾ 25 ഇനത്തോളം കുരുമുളക് നമ്മുടെ തോട്ടത്തിലുണ്ടെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പരിപാലനം എങ്ങനെയാണ്? ഞാനിപ്പോൾ ആദ്യം പരിപാലനം എന്ന് പറഞ്ഞാൽ ഞാൻ ചാണകപ്പൊടി, വേപ്പ് മണ്ണാക്ക് എല്ലാം ഇടും. വലിയ കീടനാശിനിയൊന്നും അടിക്കാറില്ല. ആവശ്യത്തിന് ചാണകപ്പൊടിയാണ് ഇതിന് മെയിൻ. മണ്ണിളക്കം കിട്ടിയിട്ടാണ് മണ്ണിളക്കം കിട്ടുന്നത്. അപ്പോൾ ശാസ്ത്രീയമായ രീതിയിൽ പലരും പറയുന്ന രീതിയിൽ പോകാറില്ല. ഇല്ല, ഞാൻ പഴയ കർണന്മാരുടെ രീതിയിൽ തന്നെ നമ്മൾ കൃഷി ചെയ്യുന്നല്ലേ? ഓക്കെ. അപ്പോൾ ആ ഒരു രീതി എങ്ങനെയൊക്കെയാണെന്ന് ഇപ്പോൾ പറഞ്ഞു. ചാണകമൊക്കെ കൊടുക്കുന്നതിൻ്റെ ആ ഒരു മെത്തേഡ് എങ്ങനെയാണ്, ഒരു രീതി എങ്ങനെയാണ് മണ്ണിൽ നമ്മൾ ചെയ്യുക ചേട്ടൻ്റെ കൃഷിയിടത്തിൽ? ഞാനിപ്പം ഭാഗ്യമൊന്നുമില്ല, ചോട്ടിലിങ്ങനെ ചാണകം പരിയിട്ടിട്ട് പുതയിട്ട് അങ്ങനെ ഇടുകയുള്ളൂ. ഈ ചപ്പെല്ലാം കൂട്ടി അങ്ങനെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ മേഖലയിൽ പൊതുവായിട്ട് ചൂടുള്ള ഏരിയ ആണ്. അപ്പോൾ ഈ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും കുറേ ഏലമൊക്കെ നമ്മൾ കണ്ടു. ഏറ്റവും കൂടുതൽ ഏലം ഏതാണ് വെറൈറ്റി ഇവിടെ? ഇവിടെ നല്ല തന്നെയാണ് ഇവിടെ മെയിൻ എനിക്കുള്ള. അപ്പോൾ ഇവിടെയുള്ള ഈ ചൂടുള്ള മേഖലയുള്ള ആദായം എങ്ങനെയുണ്ട്? ഒരു കുഴപ്പമില്ല, ആവറേജ് കിട്ടുന്നുണ്ട്. ഇതിനകത്തും നമ്മൾ കൂടുതൽ പണിയില്ല. ഏലത്തിനായാലും ഞാൻ ആരും പറയുന്നില്ല, എൻ്റേതായ ഐഡിയക്ക് നമ്മൾ പണിയും. നെല്ലുപൊടി, വേപ്പും പിണ്ണാക്ക് എല്ലാം, കരളപ്പിണ്ണാക്ക് എല്ലാം കൂടെ ഇത് പൊടിച്ചിട്ട് ഇങ്ങനെ. ഒരു ഏലത്തിന് എത്ര ഗ്രാം പൊടിയും ചേട്ടാ? അതിപ്പോൾ ഇത് ജൈവമാണെങ്കിൽ ഇല്ലേ, ചാണകപ്പൊടിയെല്ലാം ഒരുപാട് ഇടണം. പിന്നെ മറ്റേതെല്ലാം 1 കിലോ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നില്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ഇത്രയും വർഷം ചെയ്തു. ഇപ്പോൾ ഈ വരുന്നത് അനുസരിച്ച് നമുക്ക് കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ചൂട് കൂടിയും അതിപ്പോൾ തന്നെ നല്ല മഞ്ഞും അതൊക്കെ നമ്മുടെ കൃഷിയെ അഫക്റ്റ് ചെയ്യാറുണ്ടോ ഇങ്ങനെ ഈ പഴയ രീതി ചെയ്തുകൊണ്ട്? വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മുടേതായ രീതിയിൽ പോയാൽ വലിയ കുഴപ്പമില്ലെന്ന്. ഓവർ വളമെല്ലാം ചെയ്താലേ പ്രശ്നമാവുള്ളൂ. ഇതൊരു മിനിമം മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ ജൈവവളം ചൊടിച്ച് കൊടുക്കുവാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഉണക്ക് അങ്ങനെ കാര്യങ്ങളൊന്നും? അന്നേരം നല്ല പൊതയിടണം, എല്ലാം ഇടണം. നേരത്തെ വേനൽക്ക് തുടങ്ങുന്ന ചാണകപ്പൊടി ഇട്ട് നനയ്ക്കാവുന്ന സംവിധാനം ഉണ്ടെങ്കിൽ അത് പൊതയിട്ട്, അത് കഴിഞ്ഞ് അതിൻ്റെ ഇത് കണ്ടോ പൊതയിട്ട് ഇങ്ങനെ ഇട്ടേക്കുക. മൊത്തം ചാണകം അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതുണ്ടോ മൊത്തം ചാണകപ്പൊടി ഇട്ടിരിക്കുന്ന അതിൻ്റെ പൊത വാരിയിട്ട് ഇങ്ങനെ പൊത്തിയിട്ടേക്കുക. അത് കഴിഞ്ഞ് നനച്ചും കൂടെ കൊടുക്കുമ്പോൾ നല്ല തണുപ്പും കിട്ടും. അത് മഴയത്ത് ഇതൊന്നും ചാണകപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ദൂഷ്യം വേറെ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാം വേനൊക്കെ ചെയ്തു. ഒരു ജനുവരി എല്ലാം ആകുമ്പം ചാണകപ്പൊടിയെല്ലാം കൊടുത്ത് പുതയെല്ലാം ഇട്ട് നനയ്ക്കാൻ സംവിധാനം ഉണ്ടെങ്കിൽ ചെയ്യുവാണെങ്കിൽ ഏറ്റവും അന്നേരം ഹിമ്പ് അടിക്കും, ഇതിനെല്ലാം കരുത്തും കിട്ടുമല്ലോ. പിന്നെ ഇത് കൂടാതെ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഒരു ജാതി മരത്തിൻ്റെ ചുവട്ടിലാണ്. അപ്പം ജാതിക്കായും എങ്ങനെയുണ്ട് നമുക്ക്? ജാതി കുഴപ്പമില്ല, കഴിഞ്ഞ നല്ല കായുണ്ട്. ഓക്കെ. നമ്മളിപ്പോൾ അങ്ങോട്ട് മുടക്കുന്ന ഒരു ചിലവുണ്ടല്ലോ, പറമ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതും നമുക്ക് ഈ വിളകളിൽ നിന്ന് തിരിച്ചു കിട്ടുന്ന ആ ഒരു തുകയുണ്ടല്ലോ നമ്മൾ വിറ്റുവരവ്, അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടോ ചേട്ടനൊരു ലാഭം? അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ പോകും. നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാം കഴിഞ്ഞ് നല്ലൊരു കിട്ടും. എല്ലാം കൂടെ ഉണ്ടായതുകൊണ്ടേ ഒന്നേ ഇല്ലെങ്കിൽ ഒന്നേ കിട്ടും. കൊടി അല്ലെങ്കിൽ ഏലം അല്ലെങ്കിൽ കുരുമുളക് കിട്ടും, അല്ല ജാതിയെ കിട്ടും, എല്ലാം കൂടെ മിശ്രിതം
ഓക്കെ. എനിക്ക് 10-40 ജാതിയുണ്ട്. ഇങ്ങനെ എല്ലാം ഉണ്ട്. വാഴ, എല്ലാം, തെങ്ങ്, കവുങ്ങ് എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുവാണെങ്കിൽ ഒരു വിളയെ തന്നെ ചെയ്യാതിരിക്കുക. ഇടവേളയായിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാ ഏറ്റവും നല്ല. ഓക്കെ ഓക്കെ. കുടികളെ ഏറ്റവും നല്ല അങ്ങനെയാണ്. അല്ലെ കാടുകളിലാണെങ്കിൽ ഏലം തന്നെ ആണെങ്കിൽ ഏലം തന്നെ നോക്കണം. അതാണ് എൻ്റെ പ്രത്യേകം. അതെ അതെ. അപ്പോൾ നമുക്ക് ഈ കുരുമുളക് കൃഷിയിൽ നിന്നൊക്കെ ഉള്ള ലാഭം എങ്ങനെയാണ്? കുഴപ്പമില്ല, അത്യാവശ്യം എല്ലാം ഓടിപ്പോവും. സാധാരണ ഇപ്പോൾ കുരുമുളകൊക്കെ ഈ വർഷം ഒന്നുമില്ല. കുറഞ്ഞു വരുമോ? അതിന് എനിക്ക് 10,000 1200 കിലോ എല്ലാം കിട്ടിക്കൊണ്ടിരുന്നത്. ഈ വർഷം ഒന്നുമില്ല, അങ്ങനെ കുറഞ്ഞു പോയി. സാറിന് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന കുരുമുളകിൻ്റെ ചെടിയൊക്കെ നശിച്ചുകൊണ്ടിരിക്കും. അതാ മൊത്തം കേട് വന്നല്ലേ? കേട് ഒരു മഞ്ഞപ്പല്ല. അതെല്ലായിടത്തും അഫക്റ്റ് ആവുന്നതാണ് ഏലത്തോട്ടങ്ങളിലല്ലേ? ഏലത്തോട്ടങ്ങളിലല്ല, ഈ കാലാവസ്ഥ വ്യതിയാനം വന്ന കൊടിക്ക് ഇങ്ങനെ കേട് വന്നു. അത് തന്നെ കൃഷി ചെയ്തിരിക്കുന്ന തോട്ടം ഉണ്ടോ കുരുമുളക്? അവിടെ ഇഷ്ടം പോലെ അക്കരയുണ്ട്. അവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണോ? അവിടെ എല്ലാം ഉണ്ട്. മഞ്ഞപ്പുണ്ട്. ഈ വർഷം കൊടിയില്ലേ, ഒന്നുമില്ല, കായില്ല. ഇല്ല, അതെല്ലാം ഇഷ്ടം പോലെ 14,000 കിലോ കിട്ടുന്നിടത്ത് ഈ വർഷം ഒന്നുമില്ല. ഓ, അങ്ങനെയാണല്ലേ? ഓക്കെ സിബിച്ചേട്ടാ, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കർഷകർക്ക് വേണ്ടി എനിക്ക് വേണ്ടിയൊക്കെ പറഞ്ഞു തന്നല്ലോ. എൻ്റെ അറിവിലേക്കായിട്ട് ചോദിക്കുകയാണ്. നമ്മുടെ ഈ ഏരിയയിൽ ഇതുപോലെ വ്യാപകമായിട്ട് കുരുമുളകൊക്കെ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോഴും കർഷകർക്ക് ഏറ്റവും കൂടുതൽ വിള തരുന്ന കുരുമുളകിനം ചേട്ടൻ്റെ അനുഭവത്തിൽ നിന്ന് മാത്രം പറയണ ഏതായിരിക്കും? എൻ്റെ കൃഷിയെടുത്ത് ഏറ്റവും കൂടുതൽ കുട്ടനാടൻ കൊടിയാണ്. എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ട. കരിമണ്ടയെല്ലാം ഇട്ട് കഴിയുമ്പോൾ കേട് കൂടുതലായതുകൊണ്ട് ഞാനത് ഉപേക്ഷിച്ചിട്ട് ഇത് കുട്ടനാടനെ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തോട്ടത്തിലുള്ള ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് അതുകൊണ്ട് കുറച്ച് മഞ്ഞമുണ്ടി സീസണുണ്ട്. അത് ഡിസംബർ ആകുമ്പോൾ മുളകും പഴുക്കും. നല്ല കോത്തിൽ നിന്ന് നല്ല നീളമുള്ള അതുകൊണ്ട് എൻ്റെ നല്ല സൈസാണല്ലോ. നല്ല സൈസ് ഇതുണ്ടോ, അത് നല്ല ഐറ്റമാണ്. ഇതൊരു വെറൈറ്റി കൊടിയാണ്. ഇത് നല്ല കോത്തിലും നീളവും. ഡിസംബർ ആകുമ്പോൾ മുളകും പഴുക്കും. നല്ല നീളമുണ്ടല്ലേ? 3/4 അടി നീളമാണ്. ഇതിന് ഡിസംബർ ആകുമ്പോൾ കൊടി മഞ്ഞയ്ക്കാൻ തുടങ്ങും. ഏറ്റവും ആദ്യം നമ്മുടെ തോട്ടത്തില് വെറൈറ്റി ഏറ്റവും ആദ്യം ഇതാ പഴുക്കും. ഓക്കെ. കൊറ്റനാടനും പിന്നെ അത് മഞ്ഞമുണ്ടി അല്ലേ? മഞ്ഞമുണ്ടി. അതിന് ഡിസംബർ ആകുമ്പോൾ കൊടി മഞ്ഞയ്ക്കാണ്. അതുകൊണ്ട് ഞാൻ ചുമ്മാ എൻ്റെ വെറൈറ്റി ഏറ്റവും കൂടുതലുള്ള ഇതാ കൊറ്റനാടൻ കൊടി. ഇതാണ് ചേട്ടൻ്റെ ഫേവറേറ്റ് ഐറ്റം. ഓക്കെ. പിന്നെ ചേട്ടന് ഈ നല്ല ഇവിടെ വന്നപ്പോൾ ഞാൻ അവിടെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരു കർഷകൻ ഇവിടെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ചേട്ടന് ഒരു നാരങ്ങാക്കൊടി ഉണ്ടോ? മുളകുണ്ട്. അതൊന്ന് കണ്ടു കളയല്ലേ? ഇതാണ് നാരങ്ങാക്കൊടി. നാരങ്ങയുടെ മണവും രുചിയുള്ള കൊടിയത്. ഓക്കെ. തിരിഞ്ഞു പറിച്ചാന്ന് തോന്നുന്നു. ഒന്ന് പറിച്ചു പോയതല്ലേ? അത് പറഞ്ഞാൽ പറിച്ച് കഴിച്ചോക്കട്ടെ കേട്ടോ. ചേട്ടൻ പറിച്ചു തന്നോ? ഓക്കെ. അപ്പോൾ ഞാൻ ഇത് നാരങ്ങയുടെ ഒക്കെ ഒരു രുചി ഉണ്ടെന്നല്ലേ പറയാം. നോക്കാം. ഇലയും പറിച്ചു മണത്തു. ഇത് വന്നപ്പോഴേ ഒരെണ്ണം കഴിച്ചായിരുന്നു. എൻ്റെ കിളി പോയായിരുന്നു. ഒന്നോടെ കാണിച്ചു തരാം നിങ്ങൾക്ക് വേണ്ടി. ഇതേ ഈ മുളക് കേട്ടോ. ഇലയുണ്ട്. ഇല ഞാൻ നോക്കാം. എരിവെന്ന് പറഞ്ഞാൽ എൻ്റെ പീക്കാട്ടോ. അതിൻ്റെ പ്രത്യേക എരിവും രുചിയും നല്ല. ഇതിന് കിലോയ്ക്ക് എങ്ങനെ പോകുന്നുണ്ട് ചേട്ടാ? ഞാൻ ഒരു പ്രാവശ്യം കൊടുത്ത 5,000 രൂപയ്ക്കാണ്. 5,000 രൂപയ്ക്ക് കൊണ്ട് നല്ല രൂപ. സാധാ മുളകിൻ്റെ പോലെ അല്ല താവ്. ബാക്കി ചേട്ടൻ പറ്റോ? ചെറിയൊരു നാരങ്ങടമോ വീട്ടിൽ കൊണ്ട് പരീക്ഷിക്കാൻ ഇവിടെ വന്നല്ലേ? നല്ല എഫക്റ്റുള്ള അയ്യോ. ചേട്ടന് ഇതിന് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടോ? എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും നല്ല പഞ്ചായത്തിലെ നല്ല ബെസ്റ്റ് കർഷകൻ. പിന്നെ ഞങ്ങളുടെ ഒരു സൊസൈറ്റി ഉണ്ട്, അവിടുത്തെ നല്ല ബെസ്റ്റ് കർഷകനുള്ള എല്ലാം കിട്ടിയിട്ടുണ്ട്. ഒന്നാമത് ചെറിയ പനി വന്നിട്ട് മാറും. അപ്പോൾ ഇതുകൊണ്ട് ഈ ഇല ഞാനൊന്ന് ഞെരടി എടുത്തതുണ്ടോ? അതൊന്ന് മണത്ത് നോക്കട്ടെ കേട്ടോ, സ്മെല്ല് എങ്ങനെയുണ്ടെന്ന്. പോയി പുളിപ്പുള്ളൊരു മണമാണ്, ഒറിജിനൽ നാരങ്ങയുടെ മണം. നിങ്ങൾ പോകുന്ന വഴിക്ക് ആർക്കെങ്കിലും ഇത് 5-6 മുളകും തന്നുകൂടാ? അല്ലെങ്കിൽ ഇല്ലേ ഇത് വെറൈറ്റി ആയിട്ട് 5-6 മുളക് വന്നല്ലേ? അതെ അതെ. എന്തായാലും ഇത്രയും മുളകും ഇദ്ദേഹം പറിച്ചു തന്നു കേട്ടോ. അയ്യോ, എരിവ് ഒരു രക്ഷയില്ല കേട്ടോ.
ചേട്ടൻ ഇത് വികസിപ്പിച്ചെടുത്തതാണോ അതോ എങ്ങനെയോ കിട്ടി? അതല്ല ഉടയമ്പരാൻ കൊണ്ട് തന്നാന്ന് കൂട്ടിയാ. അതെ നല്ല സാറിന് കുരുമുളക് കേട്ടോ, നല്ല പുകച്ചിലാണ്. ഇവിടെ ചെറിയൊരു പുളിപ്പും പിന്നെ നല്ല എരിവ് ചുറ്റും. എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കിളിപോയി അത് പറയാം, അത്രയേ ഉള്ളൂ. ഇത്ര ഇല നമുക്ക് തന്നു വിട്ടിട്ടുണ്ട്, പോകുന്ന ആർക്കെല്ലാം കൊടുക്കാം. അല്ലെങ്കിൽ പറയല്ലേ നിങ്ങളൊരു വെറൈറ്റി കൊടി ഇല വന്നപ്പം കണ്ടില്ലെന്ന് പറയും. അതെ അതെ അതെ. എന്തായാലും ചേട്ടൻ്റെ കുരുമുളക് കൃഷി, ഈ ജാതി കൃഷി എല്ലാം നമ്മൾ കണ്ടു കേട്ടോ. ജാതി കണ്ടു, എല്ലാം പറിച്ചു പോയതല്ലേ? ജാതിക്ക ഇപ്പം ഇല്ലല്ലോ, ഈ വർഷം കായേ ഇല്ല. ഇല്ല. ഇതെല്ലാം നമ്മുടെ ആ ഒരു വെറൈറ്റി ഐറ്റം അല്ലേ? അത് ഇല്ല, സാധാ പന്നിമറ. ഇതൊക്കെ ഓടിയോ? അത് വെറൈറ്റി വാങ്ങാൻ നോക്കാം നമുക്ക്. ഇതുണ്ടോ വെറൈറ്റി എന്ന് പറയുന്നത്, കാണാൻ തന്നെ അതുകൊണ്ടോ തിരിക്കൊക്കെ നല്ല നീളം. അതുകൊണ്ടോ ഇതിന്റെ പേരെന്നാ ചേട്ടാ? അറിയത്തില്ല, ഇങ്ങനെ ഒത്തിരി അറിയത്തില്ലാത്ത ഇന്ന കൊടിയുണ്ട്. ചേട്ടൻ ഇങ്ങനെ ഒരു ക്രൈസ് അല്ലേ ഇങ്ങനെ ഒരു അൻപിരിയം കാണിക്കാം അവിടെ. എന്തോ അൻപിരിയം കൊടി കാണിക്കാം. ആഹാ, നമുക്ക് കണ്ടുകളയാ. ഇത് കുട്ട അവിടെ ഒരു ചെറിയ കൊടിയുള്ളൂ. എല്ലാം എനിക്ക് ഒത്തിരി വെറൈറ്റി ഉണ്ടായിരുന്നു, എല്ലാം പോകാം. അതെല്ലേ? 10-50 വെറൈറ്റിയോളം ഉണ്ട്. ഇതാണ് അൻപിരിയൻ. ഇതുണ്ട് 5 പിരിയായിട്ട് ഇതിൻ്റെ മുളക് കിടക്കും. ഓഹോ, കുഴപ്പമില്ലുണ്ടാകാൻ. കാണിച്ച് ഇതുണ്ട്, ഇത് 5 പിരിയ. ഓക്കെ ഓക്കെ ഉണ്ടോ? സാധാരണ മുളക് പോലെയല്ല. ഓക്കെ, ഇങ്ങനെ ഒരു ലൈനായിട്ട് തന്നെ ഇതുണ്ട്. ഇങ്ങനെ 1 2 3 4 5. ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം. ഇതുണ്ടോ 3 2 5 ലൈൻ പോലെ താഴത്തേക്ക് 5 തിരിയനല്ലേ? അൻപിരിയനോ? ഓക്കെ ഓക്കെ. ഇതൊക്കെ ഒരു കുരുമുളകിൻ്റെ വെറൈറ്റിയാണ് നമുക്ക് ഇവിടെ വന്ന് കാണാൻ സാധിച്ചത്. പിന്നെ ഇതിക്കുട്ടുണ്ടായിരുന്നു, അതെല്ലാം പോയി. ഇതുണ്ടായിരുന്നു എന്നാ. അപ്പോൾ ഏകദേശം ഏലത്തിന് നല്ല ഒരു വരുമാനം ആദായം കിട്ടിയായിരുന്നല്ലേ? ഉണ്ട്. ഓക്കെ, ഇപ്പോൾ എന്തായാലും നമ്മൾ ഫെബ്രുവരി അടുത്താവാറായി. ഇപ്പം ഇന്നിപ്പോൾ ജനുവരി 31 നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഈ സമയത്ത് ഈ ചൂടുള്ളിടത്തൊക്കെ ഇത്രയും കായ തന്നെ ഉള്ളത് ഉണ്ട്. ഇത് അവിടെ കാണിച്ചു തരാം. എവിടെ ചേട്ടാ? നല്ല 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 ഇടിയ ഇങ്ങോട്ട്. നല്ല ഇടിയുണ്ടല്ലേ? നമുക്ക് അതുകൂടെ ഒന്ന് പോയി കാണാം. അല്ല, ഇതൊക്കെ കുരുമുളക് ഇതിലൊക്കെ നല്ല ഇതുണ്ടോ? ഇത് ഏത് ഐറ്റം ചേട്ടാ? അത് പന്നിയൂറാ. പന്നിയൂറല്ലേ? ഉണ്ടോ? മണ്ണൂത്തിന്ന് കൊണ്ടുവന്ന മണ്ണ്. അതാ ഏറ്റവും നല്ല, പന്നിയൂറിലെ ഏറ്റവും നല്ല കൊടി ഇതാ. ഇതിനെ വല്ല കൊടിയില്ല. പന്നിയൂർ മണ്ണാണോ? ഇതിനെ എല്ലാം കൊടിയില്ല, എന്നാ വന്നാലും. അതെ അല്ലേ? പന്നിയൂർ ആരെന്നാ പറഞ്ഞാലും കേടും കുറവും. ഓക്കെ ഓക്കെ. നമുക്കത് ഏലച്ചെടി കൂടെ ഒന്നും ഉണ്ടല്ലോ? ഏലച്ചെടി വലിയ കാണിക്കണോ? നിങ്ങൾ വലിയ കൃഷിക്കാരുടെ അടുത്തുനിന്ന് വന്നിട്ട് നമ്മുടെ ഈ ഇതുണ്ട്, ഈ ഇവിടെ വന്നില്ലേ? എന്നാലും ചേട്ടൻ ഇത്രയൊക്കെ കൊണ്ടു നടക്കുന്നുണ്ടല്ലോ ചേട്ടാ. നമ്മുടെ ഏല വെറൈറ്റി അല്ലേ? വെറൈറ്റി അല്ല, നമ്മളിതാ എൻ്റെ തോട്ടം ഇതാ ഇങ്ങനെ. അപ്പോൾ ചേട്ടൻ വേറെ ഇത് അവിടെ അയില കയറിയ ഇതുണ്ടോ? അങ്ങോട്ട് കയറിയേക്കാണ്. ഇന്നുണ്ട്. അത്യാവശ്യം ഇതാണ്. ഇവിടെയൊക്കെ നല്ല കായുണ്ട് കേട്ടെ. ഇന്ന് അതല്ലേ? നല്ല രീതിയിൽ ഇവിടെ അത്യാവശ്യം കായുള്ളതുണ്ട് കേട്ടോ. അത് ഒരു കൊത്തിനകത്തൊക്കെയുള്ള കായുടെ എണ്ണമെന്നുണ്ടോ? 6 കായ വരെയുള്ളതുണ്ട്. ഇതുണ്ടോ? നിങ്ങൾ കണ്ടു നോക്കല്ലേ? ഇതെൻ്റെ സ്വന്തം പണിയേ ഉള്ളത്. ആരെയും കൂട്ടി ഈ ഇടയ്ക്ക് 2 ഭായിമാരെ കൊണ്ടുപോയി. 2 മാസമായി. അല്ലാതെ സ്വന്തം പണി മാത്രം. 3 ഏക്കർ ഞാൻ സ്വന്തം മുളക് പൊരി എല്ലാം. അങ്ങോട്ട് മാറുമ്പോൾ നമുക്ക് ഏലകൃഷിയും ചേട്ടൻ്റെ നല്ലതാണ്. ഈ ചൂടുള്ള മേഖലയിൽ ഇത് കണ്ടോ? അപ്പോൾ ഞങ്ങളിവിടെ നോക്കിയപ്പോഴും അത്യാവശ്യം ഇതുണ്ടോ? ചേട്ടൻ ജൈവവളമല്ലേ കൂടുതൽ? ഞാൻ ജൈവവളം. അതുപോലെ കീടനാശിനികളൊക്കെ? കീടനാശിനിയൊക്കെ അത് അടിക്കണം, അല്ലാതെ എല്ലാം പോവും. അതെ അല്ലേ? അതൊരു 25 പോക്കും അടിച്ചില്ലെങ്കിൽ ഒന്നും കിട്ടത്തില്ല. എല്ലാ ഏലകൃഷിക്കാരും അങ്ങനെയാണ് ചെയ്യാറ്. അല്ലാതെ ഒന്നും ഏലത്തിന് കിട്ടത്തില്ല. അതിൻ്റെ ഒരു കൊത്തു പോയാൽ തന്നെ തീരെയില്ല. അല്ലെങ്കിൽ നമ്മുടെ ഒരു ശാരം മണ്ടയിൽ നിന്ന് തിന്നുന്നുണ്ട്. അതിൻ്റെ ശകലം മരുന്നടി കുറഞ്ഞു കഴിഞ്ഞാൽ മണ്ടയിൽ നിന്നില്ലേ ഇതുണ്ട്, ഇതുപോലെ ശാരം തിന്നു പോകും. അതെ അതെ അതെ. അത് അന്നേരം ആ ശാരം മൊത്തം പോവും. അത്രയധികം ഞങ്ങൾക്ക് വേണ്ടി കൃഷി അറിവുകളൊക്കെ പറഞ്ഞു തന്നില്ലേ, ഒരുപാട് നന്ദി കേട്ടോ. അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു ഗിഫ്റ്റ് തരുവാണ്. അതൊക്കെ ഇപ്പോൾ കർഷകർക്ക്. ഇത് നമുക്ക് രാജകുമാരി നമ്മുടെ ഫാർമേഴ്സ് അഗ്രോ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്, അവർ ചേട്ടനായിട്ട് തന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഇതുപോലെ ഇൻ്റർവ്യൂ എടുക്കാൻ ചെല്ലുമ്പോൾ തരുന്നത്. ഇപ്പോൾ എന്താണെന്നൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാമോ?
ജസ്റ്റ് നമുക്ക് എന്താ തന്നേന്ന് അറിയില്ല. ഓക്കെ, ഇതാണ് ഫാർമേഴ്സ് അഗ്രം. അപ്പോൾ ഇവരാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കവർ ഒന്ന് ഓപ്പൺ ചെയ്യാൻ എന്നാ തന്നേക്കുന്നതൊന്നും നമ്മളെ ഒന്ന് കാണിച്ചു തരണം കേട്ടോ. ഇത് വിട്ടോ, ഞാൻ പിടിച്ചോളാം. സിമ്പിളായിട്ടുള്ളൊരു പാക്കിംഗ് ആണ്. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കാണണമെന്ന് ആഗ്രഹം കൊണ്ടാട്ടോ എല്ലാവരും ഒന്ന് കാണിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ്. ഓക്കെ, രണ്ടും ഇതേ ഒന്ന് ടോഫ്കയുടെ ഇത് കണ്ടോ, നമ്മുടെ ഒരു ബാസിലസ് സബ്സ്റ്റിൽസ് ആണ്. ഇത് ചേട്ടൻ തന്നിരിക്കുന്ന സ്യൂഡോമോണസ് ആണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് തന്നിരിക്കുന്ന ഇത് ഇപ്പോൾ ഈ 2 ബോട്ടിലും അപ്പോൾ ചേട്ടൻ്റെ 100 ലിറ്റർ വെള്ളത്തിന് ഈ ഇതെന്ന് പറയുക ബാസിലസിൽ നിന്ന് ഒരു 200 മില്ലി ഒഴിക്കുക. അതുപോലെ തന്നെ സ്യൂഡോമോണസിൽ നിന്നും ഒരു 200 മില്ലി ഒഴിക്കുക 100 ലിറ്റർ വെള്ളത്തിന്. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കിയിട്ട് കുരുമുളകിനോ ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കുരുമുളകിൻ്റെ ഇലകരിച്ചിൽ വാട്ടമൊക്കെ ഇല്ലേ, ദുരിതവാട്ടം, അങ്ങനെ ബാക്ടീരിയ അറ്റാക്ക്, ഫംഗസ്, അങ്ങനെയുള്ള എല്ലാം കുറയും. അപ്പോൾ ഈ 2 ലിറ്റർ ഇപ്പോൾ 1000 രൂപയുടെ ഒരു കൂട്ടാട്ടോ ഇത്. അപ്പോൾ ഒരു ലിറ്റർ സ്യൂഡോമോണസും 1 ലിറ്റർ ബാസിലസ് സബ്സ്റ്റിറ്റ്യൂസും ആണ് ഞാൻ തന്നിരിക്കുന്നത്. സന്തോഷമായോ? സന്തോഷമായി. ഇത് 100 ലിറ്ററിന് 200 മില്ലി വെച്ച് 2 എടുത്ത് ഒഴിക്കുക. അത് ചേട്ടന് ഉപയോഗിക്കാം. അപ്പോൾ ചേട്ടൻ്റെ ഒരു കൃഷിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആവട്ടെ കേട്ടോ. കുരുമുളക് അടിക്കാം. ഓക്കെ, മഞ്ഞപ്പല്ലം. അതെ. അപ്പോൾ ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ.